ഓ ഇന്ത്യ, നമ്മുടെ നമ്മുടെ സംഭവം ഇന്ത്യ. റഷ്യ, അപ്പുറം യൂറോപ്പ്. അങ്ങനെ തായ്ലൻഡിൽ നിന്ന് ഇറങ്ങിയപ്പോൾ നമ്മൾ നേരെ അമേരിക്ക എത്തി. ജപ്പാൻ, അമേരിക്ക. ഹലോ ഗുയ്സ്, ഗ്ലോബൽ വില്ലേജ് ദുബായ് അതിൻ്റെ പറയലുണ്ട്. അപ്പോൾ ഇവിടുത്തെ കുറച്ച് വിശേഷങ്ങൾ കാണാം. ഓക്കെ. ഒരാൾക്ക് 30 രൂപ കേട്ടോ ടിക്കറ്റ്, 30 ദിർഹം. അവിടെ ബോർഡുണ്ട്, 30 രൂപയാണ് ഒരാൾക്ക് എൻട്രി. ഇതാണ് എൻട്രി ടിക്കറ്റ്. ഓക്കേ, അങ്ങനെ നമ്മൾ അകത്തോട്ട് കയറി. സംഭവം കൊള്ളാം, പൊളി. ഷോപ്പിങ്ങാ മൊത്തം. പള്ളി, ഭയങ്കര ജനങ്ങൾ, കണ്ടമാനം ആൾക്കാരുണ്ട്. രാജ്യങ്ങളുടെ പൗലിനാ, അത് കുവൈറ്റിൻ്റെ ഉണ്ടോ? ആളങ്ങനെ അപ്പുറം തുർക്കി അത്. അങ്ങനെ ഓരോ രാജ്യങ്ങളിലെ ഈജിപ്റ്റ്, യമൻ, യമനിക്കാരാ, യമൻ. ഇത് മൊത്തം ബിരിയാണിയുടെ സെറ്റപ്പൊക്കെ ആണ്ടേ. മറ്റേ ഇതൊക്കെ ഇരുന്നു സുഗന്ധദ്രവ്യങ്ങളാണ്. ഓരോ രാജ്യങ്ങളിലെ സ്റ്റാളുകളാണ്. ഇവിടെ മൊത്തം ഫുഡ് ഐറ്റംസാണ് കൂടുതലും. തുർക്കിയുടെ ഐസ്ക്രീം, ഈജിപ്തിലെ പോലെ കേട്ടോ. ഈജിപ്തിലെ അടിപൊളി. തൊണ്ടനക്കാൻ വയ്യ, തൊണ്ട മൊത്തം ശബ്ദം പോയിരിക്കുക. ആ നമ്മളെ ബാക്കിലിപ്പം അടുത്ത് ഇറാഖിൻ്റെ പോലെ കേട്ടോ. പൊളി. ഓ ഇന്ത്യ, നമ്മുടെ സംഭവം ഇന്ത്യ. ഇത് ഇന്ത്യയുടെ പോലെ കേട്ടോ. നമുക്ക് ഇന്ത്യക്ക് തിന്നിട്ട് നോക്കാം. ബാക്കിൽ ഖത്തർ,
അങ്ങനെ നമ്മൾ ഇന്ത്യയിലോട്ട് കയറുക. ഇന്ത്യയിലും ഷോപ്പിംഗ് തന്നെ, കാര്യങ്ങളൊക്കെ ഫുൾ ഡ്രസ്സാണ്. ഈ ഭാഗത്തൊക്കെ ഡ്രസ്സാണ് മൊത്തം. അവിടെ പെർഫ്യൂംസ്, അവിടെ ഫുഡ് കോർട്ടും കാര്യങ്ങളും. രാജസ്ഥാനി ഏരിയയിലെ ഐറ്റംസാണ് കൂടുതലും. ഹാൻഡിക്രാഫ്റ്റ്, ഇത് ഫുള്ള് ഡ്രസ്സിൻ്റെ പരിപാടി കേട്ടോ മൊത്തം. ലക്ഷറി ഗാർമെൻറ്റ്സ്, എല്ലാം നല്ല കോസ്റ്റ്ലി സാധനങ്ങളാണ്. ഇവിടെയൊക്കെ ജ്വല്ലറിയാണ് ഫുള്ള്, പേഴ്സ് കാര്യങ്ങളൊക്കെ. ഇറാൻ, ഇവിടെ ഇറാൻ, പാലസ്തീൻ, ലബനൻ, എല്ലാ രാജ്യത്തിനും ഉണ്ട്. ചൈന, ഇച്ചിരി വെറൈറ്റി ഉണ്ട് കേട്ടോ. മറ്റേ ബാക്കിയുള്ള പവരിൽ നിന്നും ഇച്ചിരി വെറൈറ്റി ഉണ്ട്. തൊണ്ട വിഷയമായി, സംസാരം പുറത്ത് വരുന്നില്ല. ഇതാണ് ചൈന. നമുക്ക് ചൈനക്കകത്ത് കയറി വെക്കാം, എന്തൊക്കെ ഉണ്ടെന്ന് അറിയാം. യെസ്, ചൈനയെന്ന് കയറി വെക്കാം. ടീംസ് അങ്ങോട്ട് പോയി. അവിടെ ഫുള്ള് ഡ്രസ്സ് തന്നെ മെയിൻ. അവിടെ പിള്ളേരുടെ ഡ്രസ്സാണ്. 2 പീസ് 100 ദിർഹം ഈ സാധനം. എല്ലാ സോനീസാ. വാള് പറഞ്ഞാൽ മേടിച്ചോ, വാള്. അപ്പുറത്ത് ആഫ്രിക്കയുടെ പടം കാണുന്നു. ആഫ്രിക്ക ഒന്നുമില്ല, എല്ലാം ഡ്രസ്സും ഐറ്റംസും തന്നെ. ഷോപ്പിംഗ് ആണ് മെയിൻ സംഭവം. കൊള്ളാം. എൻ്റെ മണ്ടയ്ക്ക് ചൈനക്കാർ. ആ സാധനം കൊള്ളാം കേട്ടോ. ഇരിക്കുന്നതിൻ്റെയൊക്കെ അടപ്പ് എറിയും. ഇതിപ്പോൾ ഒമാൻ്റെ ഓഞ്ഞ് സംഭവം ഷോപ്പിംഗ് കേട്ടോ, മൊത്തം ഷോപ്പിങ്ങും കാര്യങ്ങളും മാത്രമാണ്. പിള്ളേരൊക്കെ ഇട്ട് വരികയാണെങ്കിൽ സൂപ്പറാണ്. സാധനങ്ങളെ മേടിക്കാനൊക്കെ ആണെങ്കിൽ മേടിക്കാം. ചീപ്പൊന്നുമല്ല, ഇച്ചിരി റേറ്റ് കൂടുതലല്ല അവിടെ. ജപ്പാൻ, അപ്പുറം തായ്ലൻഡ്. ഇവിടെ പിള്ളേരുടെ കളിസ്ഥലങ്ങൾ, എല്ലാ സാധനം സൂപ്പർ സാധനമാണ്. ഇതിൻ്റെ വേറെ ഐറ്റം അത്. ഇതുകൊണ്ടോ ദൈവമേ, ജപ്പാനെന്ന് കയറിയേക്കാം. പിന്നെ അപ്പുറത്ത് തായ്ലൻഡ്, എല്ലാം ഷോപ്പിങ്ങാണ്. എന്തോ ഒരു തായ്ലൻഡ് കാണിച്ചാൽ തന്നെ അതോ ജെറ്റ് പോകുന്നു. അങ്ങനെ നമ്മൾ നടന്ന് തായ്ലൻഡിൻ്റെ മുമ്പിൽ എത്തി. തായ്ലൻഡ് സംഭവമൊന്നുമില്ല, ഷോപ്പിംഗ് കേട്ടോ മൊത്തം. ഷോപ്പിംഗ് ചെയ്യാം, കാശുണ്ടെങ്കിൽ ഷോപ്പ് ചെയ്യാം, പൊളിക്കാം, പിള്ളേരൊക്കെ ഇട്ടൊന്ന് വൈബാണ്. അത് തന്നെ സംഭവം. അതാണ് ഗ്ലോബൽ വില്ലേജ്. ഇവിടെ മസാജിങ് ഒക്കെ ഉണ്ട് കേട്ടോ. തായ് മസാജ് ഇവിടെയുണ്ട്. തായ് മസാജ്, ഫുഡ് മസാജ്, ഓയിൽ മസാജ് എല്ലാം ഉണ്ട്. തായ് അവരുടെ കുലത്തൊഴിൽ എന്തായാലും മറക്കത്തില്ല. അത് ഇവിടെ എല്ലാവരും സെറ്റ് ചെയ്തിട്ടുണ്ട്. തായ് മസാജ്, ലെറ്റ്സ് റിലാക്സ്. തായ്ലൻഡ് അതൊക്കെ തന്നെ അവരുടെ ഫ്രൂട്ട്സിൻ്റെ കാര്യങ്ങളിലും, തായ്ലൻഡ് അതൊക്കെ തന്നെ അവരുടെ ഫ്രൂട്ടിൻ്റെ കാര്യത്തിലും വിട്ടുവീഴ്ചയില്ല. എല്ലാ അടിപൊളി ഫ്രൂട്ട്സ് ഉണ്ട്. ഫ്രൂട്ട്സ് അവർ മസാജും ഫ്രൂട്ടും വിട്ടുള്ള ഒരു കളിയും തായ്ലൻഡില്ല. മസാജ്
അങ്ങനെ തായ്ലൻഡിൽ നിന്ന് ഇറങ്ങിയപ്പോൾ നമ്മൾ നേരെ അമേരിക്ക എത്തി. ജപ്പാൻ, അമേരിക്ക. റഷ്യ, അതിനപ്പുറം യൂറോപ്പ്. തോക്ക് പക്ക എക്സിബിഷനാണ്. എല്ലാ രാജ്യത്തിൻ്റെയും പവലിയനുണ്ട്. ഫാമിലിയായിട്ട് വന്നാൽ നല്ല അടിപൊളിയായിട്ട് കറങ്ങി എന്താ ആൾക്കാരൊക്കെ ഇരിക്കുന്നുണ്ടോ. വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേക്ക് ഇവിടെ ആൾക്കാർ വന്ന് ഫുള്ള് റെസ്റ്റ് എടുക്കാനും ഷോപ്പിങ്ങും എല്ലാം പറ്റും. അപ്പം ഓരോ രാജ്യത്തിൻ്റെ പവലിയനുണ്ട്. ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ആ രാജ്യത്തിൻ്റെയൊക്കെ നമുക്ക് മേടിക്കാം. തൊണ്ട അടഞ്ഞിരിക്കുകയാണ്, അതുകൊണ്ട് സൗണ്ടെല്ലാം പോയിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ടാറ്റാ ബൈ ബൈ.